ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ചൈനീസ് റവല്യൂഷനാണ്. ചൈനയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ പാകിസ്ഥാനോട് പോലെ തന്നെ ഇന്ത്യക്ക് ചൈനയോടും വലിയ സ്നേഹബന്ധത്തിലാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചൈനയുടെ റവല്യൂഷൻ പഠിക്കേണ്ടതുണ്ട്, ചൈനയുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ചൈന എന്ന് പറയുമ്പോൾ ചൈനക്കാർ പറയുന്നത് അവരുടെ രാജ്യമാണ് ഈ ഭൂമിയിൽ നടുക്കിലെന്നാണ്. ഈ ചൈന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഏകദേശം അതാണെന്ന് തോന്നുന്നു. അതായത് മധ്യത്തിലുള്ളത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ചൈനയുടെ ഭൂപ്രകൃതിനെ കുറിച്ചും അവരുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കി നോക്കാം. ചൈനീസ് റവല്യൂഷന് മുമ്പ് ഒക്കെ ഈ കാണുന്ന അതാണ് പ്രധാനപ്പെട്ട ചൈനയിലെ നദികൾ. ഇപ്പൊ ചൈനയിലെ ഒരു നദി ഈ മുകളിൽ കാണുന്ന ഈ നദിയാണ് യെല്ലോ റിവർ, ഹുവാങ്ഹോ റിവർ എന്നാണ് ഇതിന് പറയാ. ചൈനയിലെ ദുഃഖം എന്ന് പറയുന്ന ഒരു നദി നോർത്തേൺ സൈഡിലാണ്. ഈ പ്രധാനപ്പെട്ട 3 നദികളിലെ ഏറ്റവും മുകൾ ഭാഗത്താണ്. ഇതിന് പ്രധാനപ്പെട്ട വലിയ വലിയ സിറ്റികളൊന്നും ഇതിന് കാണുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയതായിട്ടുള്ള ഫ്ലഡ് ഒക്കെ ഈ റിവറിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികളൊന്നും ഇതിന്റെ തീരത്തല്ല. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ടാണ് ബീജിങ് സ്ഥിതി ചെയ്യുന്നത്. ഈ യെല്ലോ റിവറിന് താഴെ ഉള്ളതാണ് ചൈനയിലെ ഏറ്റവും വലിയ നദി യാങ്സി റിവർ. ഇത് ഒരു രാജ്യത്തിലൂടെ മാത്രം ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് യാങ്സി റിവർ. ഇവൻ ആമസോണൊക്കെ ആണെങ്കിലും പല നദികൾ പല രാജ്യങ്ങളിൽ കൂടെയാണ് ഒഴുകുന്നത്. ഈജിപ്തിലെ നൈലായാലും ശരി പല രാജ്യങ്ങളിലൂടെ ഒഴുകുന്നതാണ്. അപ്പോൾ ഒറ്റ രാജ്യത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദിയും ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ നദിയാണ് യാങ്സി. ഓക്കെ, ഈ യാങ്സിയുടെ കടലിലേക്ക് പതിക്കുന്ന സ്ഥലത്താണ് ഒരു പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഷാങ്ഹായ്. ഓക്കെ, ഇതിന് തൊട്ട് കുറച്ച് മുകളിൽ യാങ്സി നദിയുടെ തീരത്ത് തന്നെയുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ് നാൻകിങ്. ഓക്കെ, ഇതിനും കുറച്ച് മുകളിലായിട്ട് കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് ഉള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സിറ്റിയാണ് വുഹാൻ. ഓക്കെ, ഇതാണ് യാങ്സി. വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ്. ഇതിൻ്റെ ചുറ്റിപ്പറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട നഗരങ്ങളുള്ളത്. അതിനുശേഷം പിന്നെ ഒരു നദി ഉള്ളത് പേൾ റിവറാണ്. ഇതാണ് പേൾ റിവർ. ഈ പേൾ റിവർ കടലിനോട് പതിക്കുന്ന സ്ഥലത്താണ് ഈ ഹോങ്കോങ്, അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നഗരം. അതിന് കുറച്ച് ഉള്ളിലേക്ക് നീങ്ങിയിട്ടാണ് ഗ്വാങ്ഷു. ഗ്വാങ്ഷു പഴയ പേര് കാന്റൺ എന്നാണ്. സിൽക്ക് റൂട്ട് ഇവിടെ നിന്നാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഗ്വാങ്ഷുവിന് സിൽക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു വഴിയല്ല, പല നെറ്റ്വർക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സിൽക്ക് റൂട്ടുകളിലെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്വാങ്ഷു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് ഇറ്റലി വരെ പോകുന്നത്, ഒന്ന് ബീജിംഗ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ ചൈനയിലുള്ള എല്ലാ മെറ്റീരിയൽസും ഇങ്ങനെ യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ട്രേഡ് നടന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. പിന്നെ ഒരു കാര്യം, ഈ നദിയെക്കുറിച്ച്, നദിയും ചരിത്രം തമ്മിലുള്ള ഒരു ബന്ധം ചരിത്രം പഠിക്കുന്ന എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാറില്ലേ, ഈ ഷാങ്ഹായ്, ഹോങ്കോങ്, ഇതൊക്കെ നമ്മൾ ആരും കേട്ടിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് വളരെ ഫേമസ് ആയത്? ഈ ഫേമസ് ആവാനുള്ള കാരണം, ഒന്ന് ഇത് നദീമുഖത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നദീമുഖത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് എന്താ ഇത് ഫേമസ് ആവാൻ കാരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പണ്ടത്തെ കാലത്ത് ട്രാൻസ്പോർട്ടേഷൻ നടന്നിരുന്നത് മിക്കവാറും ജലഗതാഗതങ്ങളാണ്. കാരണം ഇപ്പൊ കാരവൻ, ഈവൻ സിൽക്ക് റൂട്ടൊക്കെ കംപ്ലീറ്റ്ലി അല്ല, മെജോറിറ്റി ലാൻഡ് റൂട്ടാണ്. കാരവാൻ വഴി കൊണ്ടുപോകുന്ന സാധനങ്ങൾ. പക്ഷെ അതിനകളൊക്കെ വളരെ എളുപ്പവും വളരെയധികം ചെലവ് കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒരു ഗതാഗത രീതിയാണ് ജലത്തിലൂടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ കാലത്തെ കപ്പലുകൾ വഴി വന്ന് ഇപ്പോൾ ഹോങ്കോങ്ങിൽ വന്ന് അവർക്ക് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റും മറ്റു രാജ്യങ്ങൾക്ക്. അപ്പോൾ ഈ ഹോങ്കോങ്ങിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ നദി ഈ മറ്റ് എല്ലാ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ, ഈ ഭാഗത്തു നിന്നൊക്കെയുള്ള ചരക്കുകൾ യാങ്സി നദിയിലേക്ക് എത്തിക്കുകയും അവിടുന്ന്
യാങ്സി നദി വഴി ഷാങ്ഹായിൽ എത്തിക്കുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഈ ഷാങ്ഹായ് വളരെ ഫേമസ് ആവുന്നത് ട്രേഡിന്. അങ്ങനെ ട്രേഡ് ഡെവലപ്പ് ആകുമ്പോഴാണ് ഒരു നദി വലുതാവുന്നത്. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ ഈ പേൾ റിവർ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ദൂരം അവർക്ക് കരഗതാഗതം വഴി കൊണ്ടുവന്നാൽ മതി. അതിനുശേഷം നദിയിലൂടെ ഹോങ്കോങ്ങിലേക്ക് കൊണ്ടുവരികയും ഹോങ്കോങ്ങിൽ വെച്ച് ഇതിൻ്റെ ട്രേഡ് നടത്തുകയും ചെയ്യും. ഇപ്പം നമ്മുടെ കേരളം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പല സ്ഥലങ്ങൾ, പൊന്നാനി ഭാരതപ്പുഴ മറ്റേ ഇതിനോട് ചേരുന്ന ഭാഗമാണ്, കടലിനോട് ചേരുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞത്തും അതെ ഇതുപോലെ അതുപോലെ തന്നെ അഞ്ചുതെങ്ങ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വളരെ ഫേമസ് ആണ് അല്ലേ. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പോർട്ടുകളുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെയുണ്ട് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അഷ്ടമുടി കായലിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ കൊച്ചി ഫേമസ് ആവാൻ എന്താ കാരണം, വെമ്പനാട് കായലുമായിട്ട് ബന്ധപ്പെട്ട് ആ കായലിലൂടെയുള്ള ഗതാഗതം, പിന്നെ ഇത് കടലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ആക്ച്വലി പെരിയാറിന് 2 കൈവഴിയായിട്ട് അവസാനം പിരിയുന്നുണ്ട്. അതിലൊരു കൈവഴി എത്തുന്നത് കൊടുങ്ങല്ലൂർ കായലിലാണ്. അതുകൂടെ അറബിക്കടലിലേക്ക് കടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പെരിയാർ വഴിയുള്ള എല്ലാ തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷനും മീൻസ് ട്രേഡും കൊടുങ്ങല്ലൂർ വെച്ച് നടത്താൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഗംഗയുടെ കൊൽക്കത്ത റിവർ ഹുഗ്ലി നദിയുടെ തീരത്താണ്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്? മാംഗ്ലൂർ നോക്കുകയാണെങ്കിൽ നേത്രാവതി നദിയുടെ തീരത്താണ്. ബോംബെ നോക്കുകയാണെങ്കിൽ ബോംബെക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട്, ഒരു നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ നദികളും സിറ്റികളും തമ്മിൽ നമ്മുടെ ചരിത്രം തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. ഇതുമായിട്ട് വേണ്ടത്ര ബന്ധമില്ലെങ്കിൽ കൂടി അത് പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മളെപ്പോഴും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് ഒരു നദി നമ്മുടെ ചരിത്രത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ചൈനയിലുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു കിങ് ഡൈനാസ്റ്റി. ഈ കിങ് ഡൈനാസ്റ്റിയെ ഓവർത്രോ ചെയ്തിട്ടാണ് ചൈനയിൽ ഒരു മോഡേൺ ഭരണ സംവിധാനം വരുന്നത്. ഈ നമ്മുടെ ഇന്ത്യയിലും ചൈനയിലും വെച്ച് ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടനേകം രാജവംശങ്ങളും ചെറു രാജ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ കിങ് ഡൈനാസ്റ്റി മാത്രമായിരുന്നു ചൈനയിൽ. ഇത്രയും വലിയ സ്ഥലത്തിൽ അവർക്ക് സ്വാധീനം ഇല്ലാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ കൂടി ഒട്ടുക്കും ഈ ചിങ് ഡൈനാസ്റ്റി ആയിരുന്നു ഭരിച്ചിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ചൈനയുടെ ഒരു മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ഈ ഒരു വരയ്ക്ക് നമ്മൾ പലപ്പോഴും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ റൈറ്റ് സൈഡിൽ ഉള്ള നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ചൈനയുടെ പോപ്പുലേഷൻ. ബാക്കിയുള്ള സ്ഥലങ്ങൾ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് മുകളിലുള്ള സ്ഥലങ്ങളൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. അതുപോലെ ഈ മുകളിലാണെങ്കിൽ കുറച്ച് നോർത്തേൺ സൈഡിൽ പോയി കഴിഞ്ഞാൽ മരുഭൂമിയാണ്. അപ്പോൾ അവിടെ ഒന്നും വേണ്ടത്ര ജനങ്ങളുള്ളത് ഈ സൈഡിലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റികൾ മുഴുവൻ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ഭാഗത്താണ്. ഓക്കെ, ഇനി ചൈനയിലെ റെവല്യൂഷൻ, അതുപോലെ തന്നെ അവരുടെ എന്തുകൊണ്ടാണ് ചൈനയിൽ ഒരു റെവല്യൂഷൻ നടന്നതും അതിനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കയറ്റുമതി വസ്തുക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് എല്ലാവർക്കും അറിയാം, സിൽക്ക്. അതുപോലെ തന്നെ ചൈനയുടെ ചായ വരുന്നത് തന്നെ ചൈനയിൽ നിന്നാണ്. പിന്നെ ചൈനയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് മൺപാത്രങ്ങൾക്ക് ഒക്കെ ഒരുപാട് ഡിമാൻഡ് നമ്മുടെ വെസ്റ്റേൺ യൂറോപ്പിലും വെസ്റ്റേൺ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങളുടെ ആവശ്യകത ഇല്ല. ചൈന ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർക്കുണ്ട്, എന്നാൽ ഇവർക്ക് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഓക്കെ, ഇത് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം ഇവർക്ക് എന്തെങ്കിലും കൊടുത്താലല്ലേ ആ ട്രേഡ് ബാലൻസ് വരുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയൊരു ട്രേഡ് ഡെഫിഷ്യൻ്റ് ആയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രിട്ടൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഓപ്പിയം നമ്മുടെ ഇന്ത്യയിൽ ബീഹാർ, ഇപ്പം ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ആ സമയത്ത് ഇന്ത്യ ബ്രിട്ടൻ്റെ കോളനിയാണ്. അവിടെ ഉണ്ടാക്കിയിട്ട് ചൈനയിലേക്ക് ഇത് ഇറക്കുമതി ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചൈനയിൽ ഒരു ഇവരുടെ എന്താണ് ബ്രിട്ടൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിന് ഇവരങ്ങോട്ട് വാങ്ങുന്ന സാധനങ്ങൾക്ക് തുല്യമായിട്ടുള്ളൊരു എന്തെങ്കിലും കൊമോഡിറ്റി ഇവർക്ക് കൊടുത്താലാണ് ട്രേഡിന് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ഓപ്പിയം ചൈനയിൽ, ലഹരി പദാർത്ഥമായിട്ടുള്ള ഓപ്പിയം ചൈനയിലേക്ക് കണ്ടമാനം കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. ഇത് കയറ്റുമതി ചെയ്യുമ്പോൾ ഒന്ന് ട്രേഡിൻ്റെ ഡെഫിസിറ്റ് ചൈനയ്ക്ക് പ്രശ്നം ഉണ്ടാക്കും, രണ്ടാമത്തത് ജനങ്ങൾ മുഴുവൻ ലഹരിക്ക് അടിമയായിട്ട് മാറുകയാണ്. ഇത് കണ്ടപ്പോൾ ഗവൺമെൻറ് റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് കൊടുക്കാൻ മീൻസ് അത് നിരോധിച്ചുകൊണ്ട് ഒക്കെ ഉള്ള ഉത്തരവുകളും പിന്നീട് ബ്രിട്ടീഷുകാരായിട്ട് ഇത് വഴക്കാവുകയും ചെയ്തു. അങ്ങനെ നടന്ന യുദ്ധമാണ് ഓപ്പിയം വാർ, കറുപ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ 1839 മുതൽ 42 വരെയും, പിന്നെ വീണ്ടും അതേപോലെ തന്നെ 1856 മുതൽ 1860 വരെയും കറുപ്പ് യുദ്ധങ്ങൾ നടന്നു. ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് വളരെ ഗുണകരമാണ് കാര്യങ്ങൾ. കാരണം അവർക്ക് ആർമി വളരെ അഡ്വാൻസ്ഡ് ആണ്. ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു വെൽ ഡെവലപ്ഡ് ആർമി ഇല്ല. അതിൻ്റെ ഒരു ബെനിഫിറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ 1839 മുതൽ 1842 വരെ കറുപ്പ് യുദ്ധം നടന്നു. സ്വാഭാവികമായിട്ടും അതിൽ ചൈന തോറ്റു. അതിൽ ഒരു ട്രീറ്റി ഓഫ് നാൻകിങ് എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി വെപ്പിച്ചു. വളരെ ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരുന്നു അത്. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട ഹോങ്കോങ് ബ്രിട്ടന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതെന്തിനാണ് ഈ ഹോങ്കോങ് കൊടുത്തതെന്ന് മനസ്സിലായല്ലോ, ബ്രിട്ടൻ വാങ്ങിയതെന്ന് മനസ്സിലായല്ലോ. ഹോങ്കോങ് പോലുള്ള സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റാണ്. പേൾ റിവർ വന്ന് പതിക്കുന്ന സ്ഥലമാണ്. എല്ലാ തരത്തിലുള്ള ചൈനയുടെ ട്രേഡും കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് ആയിരുന്നു ഹോങ്കോങ്. അത് ഇവർ വാങ്ങുക, പിന്നീട് ചൈനയുടെ ട്രേഡിന് ഇവർക്ക് നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. ഓക്കെ, ഈ ട്രീറ്റി ഓഫ് നാൻകിങ് മുതൽ ഒരു 100 വർഷത്തെ ചൈനക്കാർ പറയുന്നത് സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ്. കാരണം മറ്റു വിദേശ ശക്തികൾ വന്ന് അവരെ അത്രയധികം ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ട്രീറ്റുകൾ ഉണ്ടാക്കുകയും അവരുടെ ആജ്ഞയ്ക്കും അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ചൈനയെ ഒരു ഭാവിയായിട്ട് മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കറുപ്പ് യുദ്ധത്തിന്റെ ഈ ട്രീറ്റി ഓഫ് നാൻകിങ്ങും ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ഒരു പ്രശ്നം ഉണ്ടാവുന്നത് തായ്പിങ് റെബല്യൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. തായ്പിങ് റെബല്യൻ ഒരു അങ്ങേയറ്റത്തെ മനുഷ്യക്കുരുതികൾ നടന്ന ഒരു സമയമാണ്. ഏകദേശം 1-ാം ലോക മഹായുദ്ധത്തിൽ എത്ര പേര് മരിച്ചോ അത്രത്തോളം പേര് ഈ തായ്പിങ് റെബല്യനിൽ മരിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലെ ഒരു ഹോങ് സിയോക്വാൻ എന്ന പേര് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ അറിയില്ല. ഹോങ് സിയോക്വാൻ എന്ന് പറഞ്ഞ വ്യക്തി, ഇദ്ദേഹം ഭയങ്കര രസകരമാണ്. ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജീസസ് ക്രൈസ്റ്റിൻ്റെ സഹോദരനാണെന്നും ദൈവമാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതെന്നും പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു റിപ്പബ്ലിക് ഉണ്ടാക്കാൻ, തായ്പിങ് റിപ്പബ്ലിക് ഉണ്ടാക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. അതിൽ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കറുപ്പ് പോലുള്ള സാധനങ്ങളുടെ നിരോധനം, അതുപോലെ ചൈനയിൽ ആ സമയത്ത് നിലനിന്നിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് എതിരെ ഒക്കെ ഇദ്ദേഹം പ്രവർത്തിക്കുകയും ആ ഒരു പുതിയൊരു ജീവിത ശൈലി ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. വെറുതെ ആൾക്കാർ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പം ഇത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല ഇങ്ങനെ ആരാണ് ജീസസ് ക്രൈസ്റ്റിൻ്റെ അനിയനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കോമഡി പോലെ നമുക്ക് തോന്നും. അന്നത്തെ കാലത്ത് അവർക്കും തോന്നും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഐഡിയക്ക് എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഇദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ലഹരി വസ്തുക്കൾ നിരോധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചൈനയിൽ ഈ കാല് എന്താ പറയുക കട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. കാല് കെട്ടിവെക്കുകയും കാല് ചെറുതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ട്രൈബൽ പാരമ്പര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് ഇവരുടെ ഒപ്പം ചേരുകയും ചെയ്യും. അങ്ങനെ മില്യൺസ് ഓഫ് പീപ്പിൾ ഡൈഡ് ഇൻ ദിസ് റിബല്യൻ. ഓക്കെ, ഈവൻ
ചിങ് ഡൈനാസ്റ്റി ഇത് ക്രഷ് ചെയ്തെങ്കിൽ കൂടി ഇത് അത് രണ്ടുപേർക്കും വലിയ മീൻസ് ചിങ് ഡൈനാസ്റ്റിക്കും അതേപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ഒരു സർവനാശത്തിലാണ് ഇത് എത്തിപ്പെട്ടത്. ഓക്കെ, തായ്പിങ് റിബല്യൻ, ഫസ്റ്റ് കറുപ്പ് യുദ്ധം, പിന്നെ തായ്പിങ് റിബല്യൻ, അതിനുശേഷം ഓപ്പൺ ഡോർ പോളിസി. ഇത് മൂന്നും ഒരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതുണ്ട് കേട്ടോ. ഓപ്പൺ ഡോർ പോളിസി മെയിനായിട്ട് കൊണ്ടുവന്നത് ജോൺ ഹേ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ എന്താ പറയുക, പഴയ കാലം മുതലേ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ജർമ്മനി, സ്പെയിൻ, ബ്രിട്ടൻ, ഇവരൊക്കെ പഴയ പ്ലെയേഴ്സാണ് ഈ ഇമ്പീരിയലിസത്തിൽ. ഇവരൊക്കെ വന്ന് ചൈനയിലെ ഓരോ ഭാഗം പ്രത്യേക ഭാഗത്തിൽ അവരുടെ സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കുകയും അവർ എന്നിട്ട് അതിൻ്റെ ട്രേഡ് ബെനിഫിറ്റ് എടുക്കാൻ എന്താ പറയുക തുടങ്ങുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ അമേരിക്ക ഒരു എന്താ പറയുക അവസാനം വന്ന ഒരാളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു സ്ഫിയർ ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സംഭവം ഓപ്പൺ ഡോർ പോളിസി. ചൈനയിൽ ആർക്കും എപ്പോഴും വന്ന് ഏത് സ്ഥലത്തും വന്ന് ആർക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം എന്നുള്ള ഒരു പുതിയൊരു ഡിപ്ലോമസി ഇദ്ദേഹം കൊണ്ടുവന്നു. ഇത് പിന്നെ വീണ്ടും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കി. ഈ ഒരു പ്രശ്നം ചൈനയിൽ നമ്മൾ അറിയാലോ, നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെതായിട്ടുള്ള ഒരു ഇമ്പീരിയൽ ഗവൺമെൻറ് ഇവിടെ കൊണ്ടുവരികയും ഒരു കോളനി ആയിട്ട് അടിച്ചമർത്തി ഭരിക്കുകയാണ് ചെയ്തത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പ്രത്യേകമായിട്ട് അവരുടെ കോളനി ആക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ചൈനയിലെ ജനതയ്ക്ക് അതിൻ്റെ യാതൊരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല. എല്ലാ ആൾക്കാരും വന്ന്, ഇത് ഇന്ത്യയിലാണെങ്കിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ആൾക്കാരും വന്ന് ഓരോ സ്ഥലങ്ങളിലും അവരുടേതായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും പിന്നീട് അമേരിക്ക വന്നപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലത്തും വന്ന് കയറി മേയുന്ന ഒരവസ്ഥ ചൈനയിലെ ഉണ്ടാക്കി. ഇത് ജനങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചിങ് ഡൈനാസ്റ്റി ഒരു രാജവംശം ഭരിക്കുന്നുണ്ട്, ഒരു രാജാവിൻ്റെ, അതായത് വേറൊരു വിദേശ രാജ്യത്തിൻ്റെ അടിമത്തത്തിലല്ല ചൈന അപ്പോഴുള്ളത്. ചിങ് ഡൈനാസ്റ്റി അവിടെ ഭരിക്കുന്നുണ്ട്. എന്നാൽ കൂടി അവർക്ക് ഇതിലേക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് വളരെ മോശപ്പെട്ട ഒരു മിലിറ്ററിയാണ് ഇവരുടേത്. ഇവർക്ക് കൂടുതലായിട്ട് ഒരു വിദേശ ശക്തികളോട് ഏറ്റുമുട്ടി നിൽക്കാനുള്ള ഇതൊന്നുമില്ല. മാത്രമല്ല ഒരു രാജവംശത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ ബന്ധുക്കൾ അവരുടെ വെൽഫെയർ മാത്രം അവർക്ക് നോക്കിയാൽ മതി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എന്തോരം പ്രശ്നങ്ങളുണ്ടോ അതൊന്നും രാജവംശത്തിന് പൊതുവെ ചരിത്രത്തിൽ അവരുടെ വലിയൊരു പ്രശ്നമായിട്ട് കാണില്ല. ഉദാഹരണത്തിന് ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ തിരുവിതാംകൂർ രാജ്യം എടുക്കുക. തിരുവിതാംകൂർ രാജ്യം ബ്രിട്ടീഷുകാരുടെ മേധാവിത്വത്തിന് കീഴിലാണ് അവർ ജീവിച്ചത്. അവരെ സംബന്ധിച്ചോളം അവരുടെ രാജകുടുംബത്തിന് അവർക്ക് വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, അവർക്ക് ജീവിക്കാൻ സുഖകരമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഓക്കെ, അങ്ങേയറ്റത്തെ ലക്ഷറിയിൽ അവർക്ക് ജീവിക്കാം. പക്ഷെ നാട്ടുകാര് എന്താണ് അവരുടെ അവസ്ഥ? അവർക്ക് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ യാതൊരു ബെനിഫിറ്റും ഇല്ല. ടാക്സ് കൊടുക്കുക, അങ്ങേയറ്റം താഴ്ന്ന ജീവിത സാഹചര്യത്തിൽ ജീവിക്കുക. എന്നിട്ടും ബ്രിട്ടീഷുകാർക്ക് അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? രാജാവിന് ലക്ഷറി കൊടുത്താൽ മതിയല്ലോ. തിരുവിതാംകൂർ രാജാവിന് എന്താ കുഴപ്പം? തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അഭിവൃദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ക്ഷേമത്തിനാണ് രാജാവ് ഇരിക്കാന്നൊക്കെ, ഒന്നുമില്ല. സ്വന്തം പേഴ്സണൽ ബെനിഫിറ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും. അത് തിരുവിതാംകൂറിന്റെ മാത്രം ചരിത്രമല്ല. ഇപ്പൊ നിങ്ങൾ വോഡയാർ രാജവംശം എടുത്തോ, ബ്രിട്ടീഷുകാരുടെ ആജ്ഞാനുവർത്തികളായിരുന്നു. രാജാവ് എന്നൊക്കെ പേരല്ലേ ഉള്ളൂ. ബ്രിട്ടീഷുകാരുടെ ആജ്ഞാനുവർത്തികളായിട്ടാണ് ബാക്കിയുള്ള എല്ലാ രാജാക്കന്മാരും ഇവിടെ ജീവിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് വളരെ ലക്ഷറി ആയിരുന്നു. അവർക്ക് ഇഷ്ടം പോലെ കാറും കൊട്ടാരങ്ങളും യൂറോപ്പിൽ എവിടെ പോയിട്ട് ഗാംബ്ലിങ് നടത്താനുള്ള പണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങൾ അങ്ങേയറ്റത്തെ ദുരിതത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഓക്കെ, ഇതേ പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ളത്. ചിങ് ഡൈനാസ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയും അവരുടെ ഒരു എന്താ പറയാ രാജവംശം നിലനിർത്തിയാൽ മതി,
അതല്ലാതെ ഇവർ ഇത്രയും വലിയ വിദേശ ശക്തികളോട് യുദ്ധം ചെയ്യാനോ അവരെ റെസിസ്റ്റ് ചെയ്യാനോ വേണ്ടത്ര കാര്യങ്ങളൊന്നും ചിങ് ഡൈനാസ്റ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഓക്കെ, ഇത് ജനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ജനങ്ങൾ സംഘടിക്കും. ഈ ജനങ്ങൾ സംഘടിച്ച് പിന്നീട് റവല്യൂഷൻ നടക്കും. അങ്ങനെ ഈ ആദ്യ രാജവംശത്തെ പുറത്താക്കണം, പിന്നെയല്ലേ ബാക്കിയുള്ള വിദേശ ശക്തികളെയൊക്കെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ടോ. അങ്ങനെയാണ് ഈ ചൈനയിലെ ഉള്ള ചൈനീസ് മോഡൽ അങ്ങനെയാണ്. നമ്മൾ മുന്നേ പഠിച്ച റഷ്യയിലോ അല്ലെങ്കിൽ ഫ്രാൻസിലോ അല്ലെങ്കിൽ അമേരിക്കയിലുണ്ട് ബ്രിട്ടന്റെ ഒരു ആധിപത്യത്തിനെതിരാണ്. പക്ഷെ റഷ്യയിലെയോ ഫ്രാൻസിലെയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടുത്തെ രാജവംശത്തിന് മാത്രമാണ് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അടുത്തത് ബോക്സർ റിബല്യൻ 1599 മുതൽ 1901 വരെ. ഇതൊരു ആന്റി ഇമ്പീരിയലിസ്റ്റ്, ആന്റി ക്രിസ്ത്യൻ, ആന്റി ഫോറിൻ മൂവ്മെന്റ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന് തന്നെ അതൊക്കെ എന്തെങ്കിലും ഒരു റിബല്യൻ ആയിട്ട് പൊട്ടിപ്പുറപ്പെടുമ്പോഴാണ് നമ്മൾ അതിന് പേരുകൾ കൊടുക്കുന്നത്. അതല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ എല്ലാവർക്കും അറിയാം ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ പെട്ടെന്ന് ഒരു രാജവംശത്തിനെതിരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശക്തികൾക്കെതിരെയോ ഒരു സംഘടിച്ച് അവർക്കെതിരെ ഒരു വയലന്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഓക്കെ, ഇത് ആന്റി ക്രിസ്ത്യൻ എന്ന് പറയാൻ കാരണം ഒരുപാട് മിഷനറി വർക്ക്സ് അവിടെ നടത്തുകയും കൺവേർഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റി ഫോറിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ആന്റി ഇമ്പീരിയലിസ്റ്റ് എന്താണെന്നും നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഈ ചിങ് ഡൈനാസ്റ്റിയെ വളരെയധികം അവരുടെ പവർ റിഡ്യൂസ് ചെയ്യുന്നതിന് ഇത് സഹായിച്ചിട്ടുണ്ട്. The Boxer Rebellion marked a significant turning point in the Chinese history, symbolizing the rise of anti-imperialist sentiments and contributing to the eventual collapse of the Qing dynasty. ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, അങ്ങനെ 1911 റവല്യൂഷൻ നടക്കുകയാണ്. ഇതിനു മുമ്പ് ജസ്റ്റ് ഈ സ്ലൈഡ് എടുക്കാം. 1905 സൺ യാത് സെന്ന് ഒരു ചൈനീസ് റവല്യൂഷണറി ലീഗ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1911 ഈ ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വെസ്റ്റേൺ പവേഴ്സിനെതിരെയും ഒരുപാട് അപ്രൈസിങ്ങൾ വരുന്നു. അങ്ങനെ ഈ ചിങ് ഡൈനാസ്റ്റി അവസാനം അത് ഒഴിവാക്കി, മീൻസ് അവരുടെ ഭരണം അബ്ഡിക്കേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറിൻ ഇൻഫ്ലേഷൻ, ദ ഹ്യൂമിലിയേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻസ് ഇമ്പോസ്ഡ് ബൈ ഫോറിൻ പവേഴ്സ് fueled the resentment among Chinese people. The Qing dynasty's inability to resist foreign pressure further weakened its legitimacy. Domestic discontent, nationalist sentiments. The rise of nationalism and calls for a modernization pushed for a stronger and more unified China, free from foreign domination. ഈ നാഷണലിസത്തിൻ്റെ വീക്കൻ പറയുന്നത് അവർക്ക് അതൊരു അവയർനെസ് കൂടിയാണ്. ഓക്കെ, നമ്മളെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഫോറിൻ പവേഴ്സാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ചിങ് ഡൈനാസ്റ്റി ഒരു കളിപ്പാവ് മാത്രമാണ്. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു രാജവംശത്തിന് ഒരു മൊത്തം ഒരു രാജ്യത്തിലെ ജനതയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ പലപ്പോഴും സാധിക്കില്ല. അതുകൊണ്ട് ജനങ്ങൾ സംഘടിക്കണം എന്നുള്ള ഒരു വികാരമാണ് ആ ഒരു നാഷണലിസ്റ്റ് സെന്റിമെന്റ് ആയിട്ട് വരുന്നത്. ഈ കോഴ്സ് പഠിക്കേണ്ടതില്ല കേട്ടോ, റവല്യൂഷന്റെ കോഴ്സസ്, ചാങ് അപ്രൈസിങ് ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ചൈന റിപ്പബ്ലിക് ആയി എന്ന് മാത്രമല്ല. ഇൻ ജാനുവരി 1912 revolutionaries declared the establishment of Republic of China with Sun Yat-sen as provisional government.
Facing a crumbling empire and the mounting pressure, King Qingdai Emperor Hui abdicated in February 1912, formally ending the Qing dynasty. ഇതിൽ സൺയാറ്റ്സൻ 1912 ഇദ്ദേഹത്തെ പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആയെങ്കിലും കൂടി ഇദ്ദേഹത്തിന് ഈ നാങ്കിങ്ങിലാണ് ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബീജിംഗ് തലസ്ഥാനമാക്കിയിട്ട് വേറൊരു പട്ടാള മേധാവി ഭരിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് സൺയാറ്റ്സന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആർമി ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് ഭരണം മുഴുവൻ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച് സൺയാറ്റ്സൻ ഒഴിവാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നീട് 1915 അദ്ദേഹം ഇതിന്റെ എന്താ പറയാ ചൈനയുടെ എംപയറായിട്ട് പ്രൊക്ലൈം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാനൊന്ന് എടുക്കട്ടെ. ഓക്കെ, അദ്ദേഹത്തിന്റെ പേര് യുവാൻ ഷിക്കായ് എന്നാണ്. അപ്പോൾ ബീജിംഗ് തലസ്ഥാനമായിട്ട് യുവാൻ ഷിക്കായും അതുപോലെ നാങ്കിങ് തലസ്ഥാനമാക്കിയിട്ട് സൺയാറ്റ്സനും ആദ്യം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർമി ഇല്ലാത്തത് കൊണ്ട്, സൺയാറ്റ്സന് ഒരു ആർമി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ നേഷൻ ഫർദർ ഡിസഗ്രിഗേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ യുവാൻ ഷിക്കായിക്ക് ഭരണം കൊടുത്തുകൊണ്ട് ഇദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞു. ഓക്കെ, 1915 എന്നിട്ട് അദ്ദേഹം എംപററായി. അതിനുശേഷം പിന്നീട് അദ്ദേഹം മരിച്ചതിന് ശേഷം ചൈന വല്ലാതെ ഡിസിൻറ്റിഗ്രേറ്റഡ് ആയി. ഓക്കെ, ഈ സമയത്താണ് കുമിന്താങ് പാർട്ടി, ഒരു നാഷണലിസ്റ്റ് അജണ്ടയോട് കൂടിയിട്ട് സൺയാറ്റ്സൻ ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. കുമിന്താങ് പാർട്ടി ഇദ്ദേഹത്തിന്റെ 3 പ്രിൻസിപ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്: നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഇത് പഠിക്കുന്നുണ്ടോ? ഇത് വെച്ചിട്ടാണ് പിന്നീട് അദ്ദേഹം ആ കുമിന്താങ് പാർട്ടി ഉണ്ടാക്കുന്നതും ആ പാർട്ടിയെ പിന്നീട് ഭരണത്തിലേക്ക് എത്തിക്കുന്നതും. 1921 വീണ്ടും സൺയാറ്റ്സൻ ചൈനയുടെ റിപ്പബ്ലിക്കിന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. ഓക്കെ, ഇനി 1917 വേറൊരു ഇപ്പോ ചൈന റിപ്പബ്ലിക്കായി. അതിനുശേഷം യുവാൻ ഷിക്കായ്ക്ക് വീണ്ടും ഭരണം കയ്യിൽ നിന്ന് പോയി. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഫ്രഞ്ച് റെവല്യൂഷനിലൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അവിടെ ആദ്യം റെവല്യൂഷൻ ഉണ്ടായി, റിപ്പബ്ലിക് ഉണ്ടായി. അതിനുശേഷം എന്തുണ്ടായത്, ഒരു പട്ടാള മേധാവിയായിട്ടുള്ള നെപ്പോളിയന്റെ കയ്യിലേക്ക് ഭരണം പോയി. ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഏകദേശം എല്ലാതും കൃത്യമായിട്ട് അല്ലെങ്കിൽ കൂടി ഏകദേശം നമുക്ക് ഒരു പട്ടാള മേധാവിയുടെ കയ്യിലേക്ക് ഭരണം പോകുന്നതായിട്ട് കാണാം യുവാൻ ഷിക്കായ്. പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഭരണം പിടിക്കാനാണ് കുമിന്താങ് പാർട്ടി ഉണ്ടാക്കുന്നതും ഈ നാഷണലിസ്റ്റ് അജണ്ട, അതായത് എന്താണ് അതിന്റെ പേര്, നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം ഒക്കെ കൊണ്ട് പിന്നീട് വീണ്ടും ജനങ്ങളെ അവെയർ ചെയ്ത് പിന്നെ ആ ഒരു പാർട്ടിയെ ഒരു ശക്തിയായിട്ട് പിന്നീട് സൺയാറ്റ്സൻ 1921 വരും. 1917 ഗവൺമെന്റ് ചൈന ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അലീഡ് ഫോഴ്സിന്റെ ഒപ്പം ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു 1ാം ലോക മഹായുദ്ധത്തിൽ. ഓക്കെ, അപ്പോൾ 1ാം ലോക മഹായുദ്ധത്തിൽ ഒരു അലീഡ് കൺട്രി ആയിരുന്നു. അതിലുണ്ടല്ലോ 2 അലീഡ് ഫോഴ്സസും പിന്നെ സെൻട്രൽ പവറും. അങ്ങനെ ഇവര് ജയിച്ച ഒരു പക്ഷത്ത് നിന്നിട്ട് കൂടി ചൈനയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കുറെ ഭാഗങ്ങൾ ജർമ്മനിയിൽ നിന്ന് പിടിച്ചത്, ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്ന കോളനികൾ മുഴുവൻ ഇവരെന്ത് ചെയ്തു, ജപ്പാന് കൊടുത്തു, ചൈനയ്ക്ക് കൊടുത്തില്ല. അത് വീണ്ടും അഗൈൻ ഒരു ഹ്യൂമിലിയേഷൻ അല്ലേ. കാരണം ഒരു രാജ്യമാണ് അത്, ഒരു റിപ്പബ്ലിക്കാണ്. ആ റിപ്പബ്ലിക് ആയിട്ട് കൂടി അവരുടെ ടെറിട്ടറിന് എന്ത് ചെയ്തു,
ജപ്പാന് കൊടുത്തു. ഇവരിങ്ങനെ ഈ വെസ്റ്റേൺ കൺട്രികളുടെ പങ്കുവെക്കൽ ഒക്കെ വളരെ പ്രധാനപ്പെട്ടാണ് കേട്ടോ. നമ്മൾ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലും ഈ ഒന്നാം ലോക മഹായുദ്ധത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. വെറും എന്താ പറയുക, ഇന്ത്യയോട് പറഞ്ഞ പൊള്ളയായിട്ടുള്ള കുറേ വാഗ്ദാനങ്ങൾ, അതുപോലെ അങ്ങേയറ്റം ചതിയാണ് ഇവരുടെ കയ്യിലുള്ളത്. ഓക്കെ, അതൊക്കെ മനസ്സിലാവുന്നത് ഈ തരത്തിലുള്ള ട്രീറ്റിയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ടില്ല ചൈനയുടെ ഭാഗങ്ങൾ എടുത്തിട്ട് ജർമ്മനിയുടെ കയ്യിലുണ്ടായിരുന്നു, എടുത്തിട്ട് ജപ്പാന് കൊടുക്കുകയാണ്. അപ്പോഴും ചൈന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാനോ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ അംഗീകരിക്കാനോ വെസ്റ്റേൺ കൺട്രീസ് തയ്യാറാവുന്നില്ല. ഇത് ചൈനയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. അതിനെ അവർ മെയ് 4th മൂവ്മെന്റ് എന്ന് പറയുന്നത്. When the news of treaty reached China, outrage set the country. Demonstrations broke out in many Chinese cities. People protested and joined parties like Kuomintang or the newly found Communist Party. Okay. ഇനി സൺ യാത്സൻ കുറച്ച് നാൾ കഴിഞ്ഞാൽ മരിക്കുന്നുണ്ട്. അദ്ദേഹം 1925 മരിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഇൻ ലോ ആണ് ചിയാൻ കൈഷക്ക്. ഓക്കെ, ചിയാൻ കൈഷക്കിന് ഇദ്ദേഹത്തിൻ്റെ ഭരണം ഈ കുമിന്താങ് പാർട്ടിയുടെ ഭരണം കൊടുത്തു. ഇദ്ദേഹം പിന്നീട് ജനറലിസിമോ എന്ന പേരിൽ അറിയപ്പെട്ടു. ഓക്കെ, ഇദ്ദേഹം ഈ ചൈനയെ മോഡേണൈസ് ചെയ്യാനും ഒക്കെ വന്നെങ്കിൽ കൂടി വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 1920 മുതൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെവലപ്പ് ചെയ്യും, അവർക്ക് കുറച്ച് ജനപ്രീതി കിട്ടും ചെയ്തു. അതേപോലെ തന്നെ റഷ്യയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ആകെ ഒഴിവാക്കാനൊന്നും ഇവർക്ക് സാധിക്കില്ല. സൺ യാത്സൻ വളരെ ടാക്ടിക്കലായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു നയമാണ് കൊണ്ടുവന്നത്. ചിയാൻ കൈഷക്കും ഇനീഷ്യലി അങ്ങനെ തന്നെയായിരുന്നു. അത് ഇദ്ദേഹം ഇവരുടെ പവർ അക്യുമുലേറ്റ് ചെയ്യുന്നത് വരെ, അതായത് നോർത്തേൺ സൈഡിൽ വീണ്ടും പ്രശ്നങ്ങളാണ്. ചൈനയുടെ നോർത്തേൺ സൈഡിൽ ഇതൊക്കെ അവിടുത്തെ ഭരണം ഇവർക്ക് കിട്ടുന്നത് വരെ ചിയാൻ കൈഷക്ക് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. എന്നാൽ ഇതിന്റെ ഭരണം കിട്ടിയതിന് ശേഷം ചൈന മൊത്തം ഈ ചിയാൻ കൈഷക്കിന്റെ കയ്യിലായതിനു ശേഷം പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെ നേരിടാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റ് ഒന്ന് പറയാണ്, ഇദ്ദേഹത്തിൻ്റെ റീനുണ്ടായ കാര്യങ്ങൾ: ടെക്നോളജി, മെഡിസിൻ, എൻഡ് ഓഫ് ഫുഡ് ബൈൻഡിങ്, ലാംഗ്വേജ് സിംപ്ലിഫൈഡ്, എഫോർട്ട് ടു ഇംപ്രൂവ് ടെക്നോളജി, മെഡിസിൻ ആൻഡ് എൻഡ് ഓഫ് ദ ഫുഡ് ബൈൻഡിങ്. ഫുഡ് ബൈൻഡിങ് ആണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഈ തായ്പിങ് റെബല്യം വന്നപ്പോഴും അവർ ഫുഡ് ബൈൻഡിങ് ബാൻ ചെയ്തിരുന്നു. ഫുഡ് ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനയിലെ പഴയ കാലത്തെ ഇവരുടെ ഒരു ആചാരമാണ്. കാലിങ്ങനെ കെട്ടി വല്ലാതെ കെട്ടി വെച്ച് ഒരു പ്രത്യേക ആകൃതിയിൽ കാൽപാദങ്ങളാക്കുന്നതിനാണ് ഫുഡ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം ലിറ്ററസി ഇംപ്രൂവ് ചെയ്യാനുള്ള എഫേർട്ട് ചെയ്തു. ന്യൂ ക്യാപിറ്റൽ ബിൽറ്റ് ഇൻ നാൻകിങ്ങിൽ പുതിയ ക്യാപിറ്റൽ വന്നു. സം പീപ്പിൾ ബിക്കേം വെരി റിച്ച് ബട്ട് മെനി റിമൈൻഡ് വെരി പുവർ. ഓക്കെ, അതൊരു കമ്മ്യൂണിസത്തിൻ്റെ വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ഒരുപാട് പാവപ്പെട്ടവരുണ്ടായിരിക്കുക എന്നുള്ളത്. അങ്ങനെ സിവിൽ വാർ സ്റ്റാർട്ട് ചെയ്തു കമ്മ്യൂണിസ്റ്റുകളും നാഷണലിസ്റ്റുകളും തമ്മിൽ. Chiang Kai-shek and the nationalists then faced a challenge to their authority by Chinese Communist Party. The communists were being led by a man named Mao Zedong. In 1927, Chiang moved against communists. Okay, അത് ആദ്യം ഇതുണ്ടായിരുന്നു. Chiang killed thousands of communist supporters, forcing them to flee the southern border of China. Mao gained support from large peasant population in China, and communism grew extensively in numbers. Chiang found this out and launched a hunt for the communist. Okay, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് മാവോനെ കുറിച്ചും പിന്നീട് ഉണ്ടായ 1949 റെവല്യൂഷനും. ഓക്കെ,
ഈ മാവോ സേതുങ്ങിനെ പറ്റി പറയുമ്പോൾ, കമ്മ്യൂണിസത്തിൽ പറയുമ്പോൾ നമ്മൾ നേരത്തെ ആദ്യം പഠിച്ചിരുന്നു അല്ലേ, കമ്മ്യൂണിസം വരണമെങ്കിൽ എന്ത് വേണം, ആദ്യം ഇൻഡസ്ട്രിയലൈസേഷൻ വരണം, ഫ്യൂഡൽ ലോഡുകളിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റുകൾ ഭരണം ഏറ്റെടുക്കണം, അങ്ങനെ ഒരു ഫ്യൂഡൽ ഡെമോക്രസി ബൂർഷ ഡെമോക്രസി വരും. അതിനുശേഷം ഈ ബൂർഷ ഡെമോക്രസിയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുകയും പകുതിയോളം ജനങ്ങൾ വർക്കേഴ്സ് ആവുകയും ചെയ്യും. അങ്ങനെ ആ വർക്കേഴ്സ് നടത്തുന്ന ഒരു റവല്യൂഷനാണ് കമ്മ്യൂണിസത്തിലെ ആക്ച്വൽ റവല്യൂഷൻ. ഓക്കെ, ഇത് റഷ്യയിൽ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തു. ലെനിൻ പറഞ്ഞ എന്താണ്, വർക്കേഴ്സ് അല്ല റവല്യൂഷൻ നടത്തേണ്ടത്, ആരാണ് നടത്തേണ്ടത്, ഒരു വാൻഗാർഡ് ആർമി ഉണ്ടായിട്ട് പാർട്ടിയാണ് റവല്യൂഷൻ നടത്തേണ്ടതെന്ന്. അതേപോലെ തന്നെ ഒരു പ്രോബ്ലം ഇവിടെയുണ്ട്. കംപ്ലീറ്റ് അഗ്രികൾച്ചറൽ എക്കണോമിയാണ് ചൈനയുടെ. എന്നാൽ കമ്മ്യൂണിസത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ഇവിടെ എങ്ങനെ വിപ്ലവം നടത്തണം, അതിനാണ് മാവോ വരുന്നത്. മാവോ ആക്ച്വലി എന്താ ചെയ്യുന്നത്, പെസൻസിനെ ഇത് ചെയ്തുകൊണ്ടാണ്, എന്താ പറയുക, പെസൻസിനെ സംഘടിപ്പിച്ചുകൊണ്ടാണ് റവല്യൂഷൻ വരുന്നത്. ഓക്കെ, പെസൻസിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെസൻസിനെ സംബന്ധിച്ചുള്ള ഒരു ആർമിയായിട്ട് രൂപീകരിക്കാനോ ഒരു റവല്യൂഷൻ നടത്താനോ ഉള്ള കാപ്പബിലിറ്റി ഇല്ല. ഇതാണ് ഒരു ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റലക്ച്വൽ രീതി. അങ്ങനെ ഇല്ല എന്നുള്ളത് വിചാരിക്കണം. പക്ഷെ മാവോനോട് മാവോനോട് തന്നെയാണ് ഒരു തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിക്കുന്നത് ഒന്ന് പഠിച്ചിട്ട് വരാൻ. അതായത് ഈ പെസൻസിൻ്റെ അപ്രൈസിങ് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സാധ്യത, അല്ലെങ്കിൽ ഇത് അവിടെ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസിന് എന്താണ് പരിഹാരമെന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവോയോട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറയും. മാവോ പോയി പഠിച്ചിട്ട് ഓൾമോസ്റ്റ് എന്താണോ ട്രഡീഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിച്ചത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അവരൊന്ന് വളരെ ഇത്തരത്തിലുള്ള ഒരു പെസന്റ് അപ്രൈസിങ്ങിന് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു സംഭവമാണ് പെസൻസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലാക്കി ഒരു ഫാർമേഴ്സ്, അതുപോലെ തന്നെ സാധാരണ കൃഷിക്കാരുടെ ഭാഗത്ത് തന്നെ നമുക്കൊരു കമ്മ്യൂണിസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് മാവോ റിപ്പോർട്ട് കൊടുക്കുകയും, ആ റിപ്പോർട്ട് കൊടുക്കുക മാത്രമല്ല, മാവോ അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം, കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ എങ്ങനെയാണ് ചൈനയിൽ വരുന്നതെന്നുള്ളത്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, അപ്പോൾ നമുക്കിത് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റേതും ഏകദേശം ഒരു 40-45 മിനിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് ബുധനാഴ്ച ക്രിസ്മസ് ആണ്. എന്നാലും ഞാൻ ക്ലാസ് എടുക്കും. വരാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഇതിലിട്ടോളാം കേട്ടോ, ഗ്രൂപ്പിലിട്ടോളാം.